ബഹുമാനരായ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവന്ദനം, പ്രഭാതവന്ദനം ഞങ്ങൾ അറിയിക്കുന്നു. കേരളത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ മദ്യം, മയക്കുമരുന്ന് മുതലായ വസ്തുക്കളുടെ ഉപഭോഗത്തെ സംബന്ധിച്ച് സമൂഹത്തിന് അവബോധം വരുത്തുക എന്നുള്ള ആത്യന്തികമായ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ പാലമറ്റും കവലയിലും ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഞങ്ങളാരും മതപ്രഭാഷകരല്ല, തത്വചിന്തകന്മാരല്ല, സാമൂഹിക പരിഷ്കർത്താക്കളല്ല. മാനവജാതിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന അതിഭയാനകമായ ഒരു മാരക വിഷയത്തെ സംബന്ധിച്ച് പരിമിതമായ വാക്കുകളിൽ നിങ്ങളോട് സംസാരിച്ച് മടങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ പരദേശ, ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ഈ ദിവസങ്ങളിലെ വാർത്താ മാധ്യമങ്ങൾ, വർത്തമാന പത്രങ്ങളൊക്കെ വായിക്കുന്ന പ്രബുദ്ധരായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നഗ്ന യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ സ്കൂളുകൾ, കലാലയങ്ങൾ, ഇവിടെയൊക്കെ വിദ്യാർത്ഥികളായ നമ്മളുടെ മക്കളെ നമ്മൾ വളരെ സ്നേഹത്തോടെ പഠനത്തിനായും ഉപരിപഠനത്തിനായും പറഞ്ഞയക്കുന്നു. എന്നാൽ നമുക്കൊക്കെ നമ്മുടെ ചിന്തയ്ക്ക് പിടിതരാത്ത നിലയിൽ, നാം ചിന്തിക്കുന്നതിന് അതീതമായ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പല ആളുകളും MD, MA പോലെയുള്ള മാരകമായിരിക്കുന്ന മയക്കുമരുന്നുകൾക്കും ഡ്രഗുകൾക്കും ഒക്കെ വിധേയരായി അടിമകളായി തങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഇന്നത്തെ വർത്തമാന പത്രത്തിൽ എഴുതിയിരിക്കുന്നത് സ്കൂളുകളുടെ പരിസരങ്ങൾ കേന്ദ്രമാക്കിക്കൊണ്ട് പോലീസ് എല്ലാ സ്ഥലങ്ങളും അരിച്ചു പറക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാവിയുടെ സ്വപ്നമായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കാർന്നു തിന്നുന്ന ഈ മാരക വിഷം ആരൊക്കെയോ എവിടെയൊക്കെയോ വിതരണം ചെയ്യുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുന്നു. നാം ഭാസുരമായ ഒരു ഭാവി അവർക്ക് കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിച്ച് കലാലയങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും അവരെ പറഞ്ഞയക്കുന്നു. എന്നാൽ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി ഇങ്ങനെയുള്ള മാസ്മരികമായ പല കാര്യങ്ങൾക്കും അവർ അടിമപ്പെടുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന രാമചന്ദ്രൻ സാറ് അദ്ദേഹം കുഞ്ഞുങ്ങളുടെ ഇടയിൽ നൽകിയ ഒരു കൌൺസിലിംഗ്, ഒരു മോട്ടിവേഷൻ സ്പീച്ചിൽ അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: MD, MA എന്ന് പറയുന്ന മാരകമായിരിക്കുന്ന ഈ ലഹരി വസ്തു നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരാള് ഒരല്പസമയം ആരുടെയെങ്കിലും പ്രേരണ മുഖാന്തരമായി കഴിച്ചാൽ 48 മണിക്കൂർ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ആള് ആ സാധനത്തോട് വളരെ ആസക്തിയുള്ളവനായിത്തീരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട സാധനം കഴിക്കാതിരിക്കാൻ ആ പെൺകുട്ടിക്കാകട്ടെ ആൺകുട്ടിക്കാകട്ടെ സാധിക്കുകയില്ല. അതിനുള്ള മാർഗം ഒരു പക്ഷെങ്കിൽ പണം കണ്ടെത്തുവാൻ അവന് സാധിക്കുന്നില്ല. അപ്പോൾ അവനെന്ത് ചെയ്യും? ഒരു പക്ഷെങ്കിൽ വീട്ടിൽ വന്ന് പൈസ അപകരിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം കൂടി അതെടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കാലക്രമത്തിൽ ഈ കുഞ്ഞുങ്ങള് ഈ മാരക വസ്തുവിന് അടിമകളായി മാറും. വാസ്തവത്തിലെ പ്രബുദ്ധമായിരുന്ന സമൂഹത്തെ കെട്ടിപ്പടുക്കേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ വാസ്തവം ചെയ്യുന്നു ഇങ്ങനെയുള്ള മരണകരമായ വളരെ ഭയാനകമായ മയക്കുമരുന്നുകൾക്ക് ഒക്കെ അടിമകളായി തീരുന്നു. എന്താണ് ഇതിന്റെ കാരണം എന്ന് പലപ്പോഴും ഞാൻ നിങ്ങൾ ചിന്തിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളൊരു പ്രബുദ്ധമായിരിക്കുന്ന സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകളാണ്. അത് നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ആ നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ആത്യന്തികമായി മനസ്സിലാക്കുന്ന വിഷയം, എവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെയുള്ള തകരാറുകൾ സംഭവിച്ചിരിക്കുന്നത്? എവിടെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം? എവിടെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം? മാനവജാതിയെ വാസ്തവത്തിൽ നഖം മുതൽ തലമുടി വരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മഹാവിപത്തായ ഒരു മാസ്മരിക ശക്തി എല്ലാ മനുഷ്യരിലുമുണ്ട്. ആ മാസ്മരിക ശക്തിയാണ് പാപം എന്ന് പറയുന്ന 2 അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ മനുഷ്യരും പാപികളാണ്. ലോകത്തുള്ള എല്ലാ ആളുകളും പാപികളാണ്. പാപമില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലില്ല. അതുകൊണ്ടാണ് പാപികളായ മനുഷ്യവർക്കും പലപ്പോഴും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, സ്വന്തം മനസ്സാക്ഷിക്ക് ഇഷ്ടമില്ലാത്ത, നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത, നാട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത, നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇഷ്ടമില്ലാത്ത, സമൂഹത്തിന് ഇഷ്ടമില്ലാത്ത
ഇത്തരം പാപപ്രവൃത്തികൾ ചെയ്യുന്നത്. അത് വാസ്തവത്തില് തടയിടുവാനായിട്ടുള്ള എല്ലാവിധമായ പരിശ്രമങ്ങൾ മനുഷ്യൻ ആവോളം പരിശ്രമിച്ചാലും അതിനെ സമ്പൂർണമായി ഇല്ലാതെയാക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ വാസ്തവത്തിൽ അവന്റെ സൽസ്വഭാവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഈ നിലയിലുള്ള മാസ്മരികമായ ഒരു നെഗറ്റീവ് എനർജി എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ജന്മസിദ്ധമായി അവൻ കുടികൊള്ളുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ എല്ലാ മതങ്ങളും മനുഷ്യന്റെ പാപ സ്വഭാവത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ പാപിയല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. മാനവ ചരിത്രത്തിൽ ഇന്നുവരെ ലോകത്തിൽ ജനിച്ച് ജീവിച്ചിട്ടുള്ള മരിച്ചിട്ടുള്ള ആളുകളിൽ നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമെന്ന് ലോകത്തോട് പരസ്യമായി നെഞ്ചിരിച്ചു ചോദിച്ച ഒരേ ഒരു പുരുഷകേസരി 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ മഹിമകളെ വിടിഞ്ഞ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ച് ശത്രുക്കളാലും മിത്രങ്ങളാലും ഒരുപോലെ വിമർശിക്കപ്പെട്ട് 33 തിരുവയസ്സിന്റെ അന്ത്യത്തിൽ മരണത്തിന് വിധേയനായി തീർന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ യേശുക്രിസ്തു ഒഴികെ ആരും തങ്ങൾക്ക് പാപികളല്ല എന്ന് പറയാൻ സാധിച്ചിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഐഹിക നാളുകളിൽ തന്നെ വിമർശിച്ച പരീക്ഷപക്ഷത്തിന്റെയും സാധൂക്യപക്ഷത്തിന്റെയും മുഖം നോക്കിക്കൊണ്ട് അദ്ദേഹം ഇപ്രകാരം ചോദിച്ചു, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയും? പറഞ്ഞതിന്റെ സാരമിതാണ്, നാം എല്ലാവരും ഒരുപോലെ പാപികളാണ്. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശ ഇല്ലാത്തവരായി തീർന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ധനനായ പൗലോസ് ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഇപ്പൊ ഞാനും നിങ്ങളും പകലന്തിയോളം ജോലി ചെയ്തു കഴിഞ്ഞാൽ, പാടത്ത് പണി ചെയ്താൽ, മറ്റേതെങ്കിലും തൊഴിലധിഷ്ഠിതമായ ജോലികളിൽ ഏർപ്പെട്ടാൽ, സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ മാസ അന്ത്യത്തിൽ നമ്മുടെ ജോലിക്ക് കൃത്യമായ ശമ്പളം നമുക്ക് നൽകപ്പെടുന്നതാണ്. പാപം എന്ന് പറയുന്ന ഈ മാസ്മരികമായ ശക്തിയിലൂടെ പാപം ചെയ്യുന്ന മനുഷ്യനും പാപത്തിന് ന്യായമായൊരു ശമ്പളമുണ്ട്. ആ ശമ്പളത്തിന്റെ പേരാണ് മരണം എന്ന് പറയുന്നത്. മരണം ഒരു പ്രപഞ്ച യാഥാർത്ഥ്യമാണ്. അതിന്റെ അടിസ്ഥാന കാരണം മരണമാണ്. മതങ്ങളോട് ചോദിക്കൂ, അല്ലയോ മതങ്ങളെ, എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത്? മതങ്ങളല്ല ഈ ചോദ്യത്തിന് മുമ്പാകെ മൗനം പാലിക്കും. ശാസ്ത്രത്തോട് ചോദിക്കൂ, അല്ലയോ ശാസ്ത്രമേ, എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത്? ശാസ്ത്രം പറയും, അത് പ്രകൃതി കണ്ട ഏറ്റവും വലിയ വികൃതിയാണ്. എന്നാൽ ബൈബിളിനോട് ചോദിക്കൂ, ബൈബിളെ, എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? ബൈബിൾ ഉത്തരം പറയും, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, ഞാനും നിങ്ങൾ ഒരിക്കൽ മരിച്ചേ മതിയാവുകയുള്ളൂ. മരിക്കാനല്ല ഇവിടെ ജീവിക്കുന്ന ആളുകൾ ആരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരും തന്നെ എത്രമാത്രം രോഗാതുരത ഉള്ളവരായി തീർന്നാലും, എത്രമാത്രം സാമ്പത്തിക ദാരിദ്ര്യമുള്ളവരായിരുന്നാലും, എത്രമാത്രം സാമൂഹിക പ്രശ്നങ്ങൾ നാം അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, എല്ലാവരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഹതഭാഗ്യത കൊണ്ട് ഞാനും നിങ്ങൾ മരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ദിവസം നമ്മൾ നിശ്ചയമായി മരിക്കണം. നിങ്ങൾക്കറിയാമോ, അമേരിക്കൻ പോപ്പ് സംഗീത ലോകത്തെ തന്റെ മാസ്മരികമായ ശബ്ദമാതിരി കൊണ്ട് ഇളക്കി മരിച്ച മഹാനായ പാട്ടുകാരൻ മൈക്കൽ ജാക്സൺ, അദ്ദേഹം പറഞ്ഞു, ഏറ്റവും കുറഞ്ഞത് ഒരു 180 വർഷമെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കണം. 180 വർഷമെങ്കിലും ഭൂമിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ഈ പോപ്പ് ഗായകനായിരുന്ന ഈ മൈക്കൽ ജാക്സൺ, അദ്ദേഹം ലോസ് ആഞ്ചലസിലെ അമ്പല ചുമകളായ സൗദങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു. 12 നേതൃത്വന്മാരായ ഭിഷക്കൂരന്മാരെ രാജകൊട്ടാര തുല്യമായ തന്റെ വസതിയിൽ അദ്ദേഹം പാർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും ശരീരത്തിൽ ഏതെങ്കിലുമൊക്കെ രോഗബാധയുണ്ടോ, ഏതെങ്കിലും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ നിരന്തരമായി പരിശ്രമം ഹൃദയപ്പെടുത്തിക്കൊള്ളുന്ന, ശരീര സൗന്ദര്യപ്പെടുത്തിപ്പിക്കുവാൻ ശരീരമാസകലം പ്ലാസ്റ്റിക് സർജറി ചെയ്ത, ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ, കോടാനുകോടികളുടെ ആസ്തിയുള്ള മൈക്കൽ ജാക്സൺ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും കുറഞ്ഞ 150 വർഷങ്ങളിൽ ജീവിക്കണം. നിങ്ങൾക്കറിയാമോ, 2009 ജൂൺ മാസത്തിലെ ഒരു ദിവസം അദ്ദേഹം ലോസ് ആഞ്ചലസിലെ ഒരു CSI ആശുപത്രിയിൽ വെച്ച് ഹൃദയസ്തംഭനം മുഖാന്തരം 50-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. 180 വയസ്സ് ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ 50-ാമത്തെ വയസ്സിൽ ആളിന്റെ ഇടപാട് തീർന്നു. അറിയാമല്ലോ, അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഏറ്റവും കുറഞ്ഞ 180 വർഷം ജീവിക്കണം എന്നാണ്.
അങ്ങനെ എത്രയെത്ര ആളുകൾ നമ്മുടെ ഇവിടുത്തെ നാടൻ പാട്ടുകളെ ജനകീയമാക്കി മാറ്റിയ സിനിമാ ലോകത്തെ അതികായനായ മനുഷ്യനായിരുന്നു കലാഭവൻ മണി. കലാഭവൻ മണിയെ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും ഈ പാലമറ്റങ്കലിൽ കാണുകയില്ല. നാം എല്ലാവരും അദ്ദേഹത്തിന്റെ ആരാധകരായിരുന്ന ആളുകളാണ്. അദ്ദേഹം വളരെ ജീവിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവന്റെ തുടിപ്പ് നിലനിൽക്കുന്ന കരളിനെ രോഗം കവർന്നു തിന്ന് അല്പം പോലും അവശേഷിക്കാതെ അദ്ദേഹം മരണാസനായി ഒരു പ്രഭാതത്തിൽ അദ്ദേഹം മരിച്ചു പോകാത്ത നിലയിലായിട്ടും തന്റെ ഹൃദയത്തെ ശരീരത്തിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ജീവനായ കരളിനെ രോഗം കാർന്നു തിന്നുന്നു എന്ന് കലാഭവൻ മണി മനസ്സിലാക്കിയില്ല. കാലയവരിയിലേക്ക് അദ്ദേഹം പറന്ന് അകന്നു. അതുപോലെ തന്നെ ഹാസ്യ നടിയായി അറിയപ്പെട്ട കൽപ്പന, നമുക്കറിയാമല്ലോ. ആ കൽപ്പന മരിക്കുമ്പോൾ ഏക മകൾ പോലും ഈ മരണസമയത്ത് കൂടെ ഉണ്ടായിരുന്നില്ല. തമിഴ്നാടിന്റെ ജനകീയ മുഖ്യമന്ത്രി എന്ന് അറിയപ്പെടുന്ന ശ്രീമതി ജയലളിത 2 മാസക്കാലം മദ്രാസിലെ ഹോസ്പിറ്റലിൽ മരിച്ചു കിടന്നുവോ അതോ മരണശൈലിയിൽ കിടന്നോ ലോകത്തിൽ നിന്നും അറിയാൻ വയ്യ. 10,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന സ്ത്രീയാണ്. കലാഭവൻ മണിക്ക് 100 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു. പക്ഷേ ജീവനെ പിടിച്ചുയർത്തുവാൻ ഒരു സെക്കൻഡ് കൂടെ സാധിച്ചില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ദിവസം മരണത്തിൻ്റെതാണ് തണുത്ത് വിലങ്ങളിച്ച കരാള ഹസ്തങ്ങൾ നമ്മെ സ്പർശിക്കുമ്പോൾ മരണമെന്ന വാതിലൂടെ ഈ ലോകത്തേക്ക് ഞാനും നിങ്ങൾ വിടവിട്ട് മറുലോകത്തേക്ക് പറന്നു പോകേണ്ടായി വരും. പക്ഷേ മരണത്തിന്റെ കരാള ഹസ്തങ്ങൾ നമ്മെ പിടികൂടും മുമ്പ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട 2 യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്ന്, നാം ഓരോരുത്തരും പാപികളാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. മനുഷ്യ ജീവിതം മരണം കൊണ്ട് ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അപ്പുറത്ത് വളരെ വ്യക്തമായ 2 അന്തങ്ങളുണ്ട്. അതായത് ഒന്ന് നിത്യമായ നാശം അല്ലെങ്കിൽ നരകം, മറ്റേ നിത്യമായ സന്തോഷം അല്ലെങ്കിൽ സ്വർഗം. ഇത് രണ്ടും മരണത്തിന്റെ അപ്പുറത്തുള്ള 2 യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇത് യാഥാർത്ഥ്യം തന്നെ. ഇവിടുത്തെ ഈശ്വര വിശ്വാസ അധിഷ്ഠിതമായ എല്ലാ മതഗ്രന്ഥങ്ങളും ഈ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഹൈന്ദവ മതങ്ങളിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ 28 അതിപ്രധാനപ്പെട്ട നരകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുന്തിമുഖം, സൂര്യമുഖം, വജ്രകണ്ടക, ശൽമലി തുടങ്ങി 28 പ്രധാനപ്പെട്ട നരകങ്ങൾ. അതിലെ ഒരു നരകത്തെ കുറിച്ച് പറയുന്നത് 20,000 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഉരുക്ക് ഒഴുകി ഒരു നദി പോലെ നടക്കുന്ന മഹാസമുദ്രം. അവിടേക്കാണ് മനുഷ്യന്റെ പ്രേതാത്മാവ് പോയി ശുദ്ധീകരണത്തിനായി കഴിയേണ്ടത് എന്നാണ്. പശുരൂപ സഹസ്രം വർഷങ്ങളൊക്കെ ഒരു നരകത്തിൽ അങ്ങനെ 28 പ്രധാന നരകങ്ങളും ഉപനരകങ്ങളിലും കഴിഞ്ഞു കഴിഞ്ഞാൽ അനന്തകോടി സമ്മർശങ്ങൾക്ക് അപ്പുറത്താണ് മനുഷ്യന്റെ ആത്മാവ് പിന്നീട് അത് പാപമോചനം പ്രാപിച്ച് പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നെന്ന് പറയുന്നത്. അവിടെയും മനുഷ്യന്റെ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് സമർത്ഥിക്കുക ചെയ്യുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഈ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ നമുക്ക് സാധിക്കുക? എങ്ങനെയാണ് മരണത്തെ പ്രത്യാശയോടെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിക്കുക? ഒരു ദിവസം യാഥാർത്ഥ്യത്തെ ഞാനും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടായി വരുമല്ലോ. മരണത്തെ പ്രത്യാശയോടെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം നമ്മുടെ പാപങ്ങൾക്ക് മോചനം ജീവിച്ചിരിക്കുമ്പോൾ നാം പ്രാപിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് പാപങ്ങളുടെ മോചനം പ്രാപിക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ നരവേഷം കൊണ്ട് മനുഷ്യനായി കന്യകാസുതനായി കാലിത്തൊഴുത്തിൽ ജനിച്ച് കാലത്തിന്റെ വിരപ്പിൽ നമ്മളെടുത്തതിനെ പോലെ 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് 33 തിരുവയസ്സിന്റെ അന്ത്യത്തിൽ അന്നത്തെ ഈ റോമാ സാമ്രാജ്യത്തിന്റെ ഗലീലിയോ എന്ന് പറയുന്ന പ്രവിശ്യയുടെ ഗവർണറായിരുന്ന പീലാത്തോസിന്റെ വിസ്താര സഭയിൽ നിന്ന് പാപരഹിതനെന്ന് പരക്കെ സാക്ഷ്യം പ്രാപിച്ചുവെങ്കിലും 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട് അരിമത്തിയിലെ യോസേഫ് എന്ന് പറയുന്ന മന്ത്രിയുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് 3-ാം ദിവസം മരണത്തെ ജയിച്ച് ജയാളിയായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞു, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കുകയില്ല. പ്രിയമുള്ളവരെ, കാലാകാലങ്ങളായി ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഞാനും നിങ്ങളും പാപം ഹേതുവായി ഒരു ദിവസം മരണത്തിന്റെ കരാളകഷ്ടങ്ങളുടെ പിടിയിലമർത്തപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നവരാണ് അല്ലെങ്കിൽ മാറ്റപ്പെടേണ്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. എന്നാൽ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. പ്രിയമുള്ളവരെ, പാപ
പാപത്തിനുള്ള ഏക പരിഹാര മാർഗം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി 2000 പല വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ രക്തം ചൊരിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപമകറ്റുന്ന രക്തമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അത് മതം മാറുകയല്ല. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ പാപത്തിന്റെ പരിഹാരത്തിലുള്ള ദൈവിക മാർഗത്തെ വിശ്വാസം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഏത് വ്യക്തിയെയും അവരുടെ പാപത്തിന്റെ ഭയാനകമായ പാപക്കഥ കഴുകിക്കളഞ്ഞ് അവരെ വിശുദ്ധീകരിച്ച് അവർക്ക് നിത്യജീവൻ നൽകി അവരെ നിത്യജീവന്റെ പങ്കാളികളാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിന് മനസ്സുണ്ട്. വിശുദ്ധ ബൈബിൾ പ്രകാരം ആഹ്വാനം ചെയ്യുന്നു, വരുവീൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സമൂഹത്തിലെ ഏത് തരങ്ങളിൽപ്പെട്ട ആളുകളെയും ആത്യന്തികമായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷകനാണ്. ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും MDMAയ്ക്കും ഒക്കെ അടിമകളായി നാശോന്മുഖമായ ജീവിതപാതയിൽ കൂടെ ജീവിച്ചു വരുന്ന നമ്മുടെ യുവതലമുറയും അതുപോലെ മധ്യവയസ്കന്മാരും എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ ആശയിക്കുന്ന ഏക പോംവഴി എന്ന് പറയുന്നത് ദൈവമൊരുക്കിയ ഈ രക്ഷാമാർഗമാണ്. ഈ രക്ഷാമാർഗത്തെ കുറിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് പെന്തിക്കോസ്ത് നാളിൽ അപ്പോസ്തലനായ പത്രോസ്ലീഹ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്? ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരെ നാം രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തു എന്ന നാമല്ലാതെ വേറൊരു നാമവുമില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് പാപങ്ങളുടെ മോചനമുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് രോഗങ്ങളുടെ വിടുതലുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യ നരകശിക്ഷാവിനുള്ള വിമോചനമുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഭാഗ്യകരമായ പ്രത്യാശയുണ്ട്. പ്രിയമുള്ളവരെ, ഈ പ്രത്യാശയിൽ നിങ്ങൾക്കും പങ്കാളികളായി തീരാം. അതുല്യമായ ദൈവം ഒരുക്കിയ ഈ അനുഗ്രഹീതമായ ആത്മരക്ഷയുടെ അംശങ്ങളായി നിങ്ങൾക്കും ഭവിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കർത്താവിനെങ്കിൽ പറയുക, കർത്താവേ, ഞാനും പാപിയായ ഒരു മനുഷ്യനാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അങ്ങ് ഈ താണഭൂമിയിലേക്ക് വന്ന് പാപപരിഹാരാർത്ഥം ക്രൂശന്മേൽ കയറി മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശു പറയുണ്ടായി, ഞാൻ അനധിവിദൂര ഭാവിയിൽ മടങ്ങി വരും. കാലാകാലങ്ങളിലായി ജീവിച്ചിരുന്നെല്ലാം വിശ്വസിക്കുന്ന ആളുകളെ ഞാൻ എന്റെ അടുക്കിലേക്ക് ചേർത്തുകൊള്ളും. ഞാൻ ഈ ചേർത്ത് വന്നാൽ ഞാനിരിക്കുന്ന അതേ ഇടത്തിൽ നിങ്ങളെയും ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് എന്നോടൊപ്പം പദവിയും തേജസ് നൽകി ഞാൻ നിങ്ങളെ ആദരിക്കും. അങ്ങനെ ലോകത്തോട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് പോയ ഒരേ ഒരുവൻ യേശു ക്രിസ്തു മാത്രമാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കാലാകാലങ്ങളിലായി ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുവാൻ പാവപ്പെട്ടവരായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഈ മഹാസന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന്, നിങ്ങളെ അറിയിക്കുന്നതിൽ അത്യധികമായിരിക്കുന്ന കൃതാർത്ഥതയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ കർത്താവായ യേശുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. കർത്താവിനായി നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. കർത്താവിനോട് പറയുക, കർത്താവേ, അങ്ങ് എന്റെയും കൂടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രൂശനായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേക്കായി എന്റെ ജീവിതം സമർപ്പിച്ച് ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ നിങ്ങൾ സമ്മതിച്ച് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ബൈബിളിൽ പറയുന്നു, ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഞങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള ആത്മരക്ഷയുടെ അംശികളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഞങ്ങളെ സശ്രദ്ധം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നന്ദി പറഞ്ഞു ഞങ്ങളുടെ വാക്കിൽ ഇവിടെ ഞങ്ങൾ പര്യവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.